തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നുണ്ട്: പ്രസാദാത്മകമായ ജീവിതം നമുക്ക് ഏവർക്കും സാധ്യവും ഏറ്റവും ശ്രദ്ധേയവുമായ കാര്യമാണ്. പ്രസാദമുള്ള മനുഷ്യർ ഭൂമിക്ക് ഒരു വരമാണ്, മറ്റു മനുഷ്യർക്ക് നന്മ നൽകുന്നവരുമാണ്. ചിരി ഒരു മരുന്ന് എന്ന് വായിക്കുമ്പോൾ ചിലർ മുഖം ചുളിക്കും, ചിലരുടെ മുഖത്ത് ചിരി ഉയരും. രോഗപ്രതിരോധത്തിനും രോഗപ്രതിവിധിക്കും എണ്ണമറ്റ ഔഷധങ്ങളും ഔഷധക്കൂട്ടുകളും പ്രചാരത്തിലിരിക്കുമ്പോൾ ചിരിയുടെ മൂല്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഫലിതമായി കണ്ടുവെന്ന് വരാം. എന്നാൽ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ തന്നെ സന്തോഷത്തെക്കുറിച്ചും അതുവഴി ചിരി വരുത്തുന്നതായ സൗഖ്യത്തെക്കുറിച്ചും പ്രതിപാദിക്കും. പ്രസാദമുള്ള മനുഷ്യർ ഭൂമിക്ക് ശ്രേഷ്ഠത നൽകുന്നവരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പലരുടെ ജീവിതചര്യകളിൽ കൂടിയും ജീവിതത്തിൻ്റെ പന്ഥാവുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രസാദമുള്ള മനുഷ്യർ ഭൂമിക്ക് ഒരു ശ്രേഷ്ഠതയാണ് എന്ന്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ഡോക്ടർ ലീബർഗ് വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കുകയും ഏറെ ചിരിക്കുകയും ചെയ്തവർക്ക് കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടായി എന്നാണ്. ദുഃഖവും കോപവും വികാര സംഘർഷവും ഉളവാക്കുന്ന കാര്യങ്ങൾ കണ്ടവരിൽ ഉണ്ടായ മാറ്റം അതിന് വിപരീതമായിരുന്നു. മനഃശാസ്ത്ര വിദഗ്ധനായ ഡോൺ പവൽ പറയുന്നു, ചിരിക്ക് ഏറെ ഔഷധ മൂല്യമുണ്ട്. ഒരു രോഗപ്രതിരോധ പ്രവർത്തക സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, മാനസികവും ശാരീരികവുമായ നന്മയുടെ അനുഭവം വരുത്തുവാൻ ചിരിക്ക് കഴിയും. രക്തചംക്രമണം അതിന് വർദ്ധിപ്പിക്കുവാൻ കഴിയും. ദഹനം എളുപ്പമാക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കും. പേശീമർദ്ദം ലഘൂകരിക്കും. കോശങ്ങളിലും മാറ്റം വരുത്തുവാൻ ചിരിക്ക് സാധിക്കുമെന്ന് ഗവേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വൈറസുകളോട് പോരാടുന്ന കോശങ്ങൾ സജീവമാവുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫലിതങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പ്രയോജനപ്രദമാണ്. ശിശുക്കൾക്ക് സഹജമാണ് ചിരി. ഒരു ദിവസം ഏതാണ്ട് 400 പ്രാവശ്യം അവർ ചിരിക്കുമെന്നാണ് ഒരു കണക്ക്. അതേസമയം മുതിർന്നവരുടെ ചിരി 7-8 പ്രാവശ്യമായി കുറഞ്ഞിരിക്കും. ജിജ്ഞാസ നിറഞ്ഞ ശിശു മനസ്സ് ഓരോന്ന് കണ്ടെത്തുവാനുള്ള ഉത്സാഹത്തിലായിരിക്കും. ഫലിതവും ചിരിയും നിറഞ്ഞതായി ശിശു സദസ്സ് കാണപ്പെടും. അവിടെ ആരോഗ്യ സംരക്ഷണത്തിന് ചിരി വളരെ ഉപകരിക്കുന്നു. രാജസദസ്സുകളിൽ പൗരാണിക കാലത്ത് വിദൂഷകന്മാർ നിയോഗിക്കപ്പെട്ടിരുന്നത് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. ഡോക്ടർ നോർമൻ കസിൻസ് സാക്ഷ്യപ്പെടുത്തുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ്. മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുവാനും ഉള്ളു തുറന്ന് ചിരിക്കുവാനും ലഭിച്ചത് തൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അസൂയയും പിണക്കവും മാത്സര്യവും വിദ്വേഷവും നടമാടുന്ന നമ്മുടെ സമൂഹത്തിൽ അവയ്ക്ക് മീതെ പറന്നുയരുവാൻ നമുക്ക് ചിറകുകൾ നൽകുമെന്നുള്ളതാണ് ഫലിതത്തിൻ്റെയും ചിരിയുടെയും പ്രയോജനം. ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകൾ പ്രസക്തമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ട ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. ഈ വേദപുസ്തക സാക്ഷ്യം ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു.
കൊണ്ട് മൂടിക്കെട്ടിയ മനസ്സും കരുവാളിച്ച മുഖവുമായി നടക്കാതെ സന്തോഷവും ചിരിയും നിറഞ്ഞതാകട്ടെ നമ്മുടെ ജീവിതം. അത് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും സഹായകമാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ശുഭദിനം.